ദൈവത്തിന്റെ വചനം പറയുന്നു, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു, വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവം നമ്മോട് പറഞ്ഞ കൽപ്പനയാണ്, അതനുസരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രിയമകൻ ഇന്ന് തയ്യാറായിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന പ്രിയ മകനോട് കൂടെ ഉണ്ടായിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു സഭയുടെ ഭാഗമാകുവാനോ ഒന്നുമല്ല, അല്ലെ ഒരു മതത്തിന്റെ ഭാഗമാകുവാനല്ല സ്നാനമേൽക്കുന്നത്. സ്നാനമേൽക്കുന്നത് കർത്താവിനോട് ചേരുവാനാണ്. അവന്റെ മരണത്തിൽ പങ്കാളിയാകുന്ന ആ അവസ്ഥയാണ് ഈ സ്നാനം എന്ന ശുശ്രൂഷ. കർത്താവിനോടുകൂടെ മരിക്കുകയും കർത്താവിനോടുകൂടെ അടക്കുകയും കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷ ഇന്ന് പ്രിയ മകന്റെ മേൽ ദൈവം അത് ഇന്ന് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് നടത്തുന്ന എന്നെയും നിങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തില് ദൈവം തരുന്ന ഇതുപോലുള്ള അവസരങ്ങള് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ജബിനെ എല്ലാവരും നമുക്ക് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്നാനകുളത്തിലേക്ക് പോകാം. കർത്താവിനോട് ചേരുവാൻ പ്രിയമകനെടുത്ത തീരുമാനം കർത്താവിന്റെ ആ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മകനായി തീരുവാൻ, കർത്താവ് ഇന്ന് ഈ മകൻ കർത്താവിനോട് ചേരുവാൻ പരസ്യമായി ലോകത്തോടെ വിളിച്ചു പറയുകയാണ്, ഇനി ഞാൻ പിശാചിന്റെ മകനല്ല, ദൈവത്തിന്റെ മകനാണ്. പിശാചേ, നിനക്ക് എന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഈ തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ ദൈവം മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ സർവ്വം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.